going to discuss about probability mass function and probability density function, and then about probability distribution function. Finally, the change of variables. Variables എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് varying values. We can take varying values. ഏറ്റവും എളുപ്പത്തിൽ ഒരു റാൻഡം വാരിയബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു റാൻഡം എക്സ്പെരിമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡിഫൈൻ ചെയ്യുന്ന വാരിയബിൾ ആണ് റാൻഡം വാരിയബിൾ. ഏറ്റവും എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റാൻഡം വാരിയബിൾ എന്ന് പറയുന്നത് ഒരു റാൻഡം എക്സ്പെരിമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡിഫൈൻ ചെയ്യുന്ന വാരിയബിൾ ആണ്. റാൻഡം എക്സ്പെരിമെന്റ് നമുക്കറിയാം, ഇറ്റ്സ് an experiment which can repeat any number of time but we cannot predict the outcome. ആ ഔട്ട്കമ്മിന്റെ സെറ്റ് നമ്മൾ ചെറിയ ചെറിയ സബ്സെറ്റ് കാര്യങ്ങളൊക്കെ ഇവന്റ് ആണ്. ആ ഇവന്റ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഉണ്ട്, ഇൻഡിപെൻഡന്റ് ഉണ്ട്, ഈക്വലി ലൈക്ലി ഉണ്ട്. ആ കാര്യങ്ങൾ നമുക്കറിയാം. ഈ ഇവന്റിന് മൊത്തം ഒരു സെറ്റ് ആയിട്ട് എഴുതിയത് സാമ്പിൾ സ്പേസ് ആണെന്നറിയാം. ഈ സാമ്പിൾ സ്പേസിന്റെ മൊത്തം പ്രോബിലിറ്റി 1 ആണെന്നറിയാം. ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ്. പ്രോബിലിറ്റിന്റെ ആക്സിയംസ് അറിയാം. 0-നും 1-നും ഇടയ്ക്കാണ് പ്രോബിലിറ്റി. ടോട്ടൽ പ്രോബിലിറ്റി 1. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പി ഓഫ് എ യൂണിയൻ ബി, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി, ഈ കാര്യങ്ങളൊക്കെ അറിയാം. അതൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ റാൻഡം വാരിയബിൾ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ തരത്തിൽ ഒരു റാൻഡം എക്സ്പെരിമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡിഫൈൻ ചെയ്ത വാരിയബിൾ ആണ് അല്ലേ. അപ്പൊ എങ്ങനെ വാരിയബിൾ? രണ്ട് തരത്തിലുള്ള വാരിയബിൾ ഉണ്ട്, കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൗണ്ടബിൾ ആണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, നമ്പർ ഓഫ് ചെയർസ്, നമ്പർ ഓഫ് സ്റ്റാർസ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് 1 by 1 to 1 ആയിട്ട് മാറ്റി 1, 2, 3 നമുക്ക് എണ്ണാൻ അല്ലേ. മേ ബി ഇൻഫിനിറ്റ്ലി മെനി ആണെങ്കിൽ പോലും നമുക്ക് അതിനെ വേർതിരിച്ച് എണ്ണാൻ പറ്റുമെങ്കിൽ അത് ഡിസ്ക്രീറ്റ് ആണ്. 1, 2, 3, 4 അപ് ടു ഇൻഫിനിറ്റി അല്ലേ. അത്തരം കൗണ്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അത്തരം ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ പ്രോബബിലിറ്റി, അതിന്റെ വാരിയബിളിന്റെ പ്രോബബിലിറ്റി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നും, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വാരിയബിളിന്റെ പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിനെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പൊ അവിടെ നമുക്കറിയാം, ഒരു 3 കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ, ഒരു 3 കോയിൻ ഒരുമിച്ച് ടോസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഹെഡിന്റെ എണ്ണമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്പർ ഓഫ് ഹെഡ്സ് ഇൻ ആൻ എക്സ്പെരിമെന്റ്, ഇൻ എ 3 കോയിൻ ടോസിംഗ് എക്സ്പെരിമെന്റ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എക്സ് ഇസ് ദ നമ്പർ ഓഫ് ഹെഡ്സ്, ഇറ്റ് ഇസ് ഡിസ്ക്രീറ്റ്. അപ്പൊ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ്, ആദ്യം സാമ്പിൾ സ്പേസ് നോക്കി. സാമ്പിൾ സ്പേസിൽ 8 ഇവന്റ്സ് ഉണ്ട്. അതിലൊരു ഇവന്റ് കിട്ടാനുള്ള ചാൻസ് നമ്പർ ഓഫ് പർട്ടിക്കുലർ ബൈ ടോട്ടൽ. പ്രോബിലിറ്റിയുടെ ഡെഫിനിഷൻ ഓഫ് പ്രോബിലിറ്റി സേസ് നമ്പർ ഓഫ് പർട്ടിക്കുലർ ബൈ ടോട്ടൽ. വാട്ട് ഈസ് പ്രോബിലിറ്റി? ഇറ്റ് ഈസ് ദ റേഷ്യോ മീൻസ് എ ബൈ ബി ഫോം. Ratio between number of particular elements in the sample space with the total number of elements in the sample space. ഇവിടെ എത്ര എലിമെന്റ്സ് ഉണ്ട്? ഇവിടെ ആകെ 8 എലിമെന്റ്സ് ഉണ്ട്. അപ്പൊ 1/8 ആയിരിക്കും, സംതിങ് ബൈ 8 ആയിരിക്കും. ആകെയുള്ള എണ്ണം 8 ആണ് അല്ലേ. അപ്പൊ എന്താണ് പർട്ടിക്കുലർ? നമ്പർ ഓഫ് ഹെഡ്സ് ആണ്. നമ്പർ ഓഫ് ഹെഡ്സ് എന്തൊക്കെയാവാം? നമ്പർ ഓഫ് ഹെഡ്സ്. ആദ്യത്തെ ഇവന്റ് ടി, there is no head, so x 0 ആകാം. x എന്താണ്? x ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വാരിയബിൾ ആണ്. റാൻഡം എക്സ്പെരിമെന്റ് എന്താണ്? 3 കോയിൻ ടോസ് ചെയ്യുക റാൻഡം എക്സ്പെരിമെന്റ് ആണ്. വി കനോട്ട് പ്രെഡിക്ട് എക്സാക്ട് ഔട്ട്കം. എത്ര പ്രാവശ്യം വേണമെങ്കിൽ ചെയ്യാം. ആ റാൻഡം എക്സ്പെരിമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു വാരിയബിൾ ഡിഫൈൻ ചെയ്യണം. എന്താണ് വാരിയബിൾ? എക്സ് ഇസ് ദ നമ്പർ ഓഫ് ഹെഡ്സ് വൈൽ 3 കോയിൻ ടോസ്ഡ്. While 3 coins are tossed, the number of heads is termed as x. അപ്പൊ എക്സിന്റെ വില എന്തൊക്കെയാവാം? എക്സിന്റെ വില എല്ലാം ടി ആണെങ്കിൽ there is no head, so x 0 ആകാം. th അല്ലെ. ഈ രണ്ടാമത്തെ സെറ്റിൽ എക്സ് 1 ആവാം, ഒരു ഹെഡ് ആവാം. ഈ മൂന്നാമത്തെ സെറ്റിൽ ആ സെറ്റ് തിരിച്ചെഴുതിയ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്, മിസ്സാവാതിരിക്കാൻ, കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ. അപ്പൊ ഇവിടെ മൂന്നാമത്തെ സെറ്റില് എക്സ് 2 ആവാം, 2 ഹെഡ് ആവാം. നാലാമത്തെ സെറ്റില് 3 ഹെഡ് ആവാം, ഓൺലി 1 ചോയ്സ് അല്ലേ. അപ്പൊ ഇനി നമുക്ക് അതിന്റെ പ്രോബിലിറ്റി കാണാം. എന്താണ് പ്രോബിലിറ്റി? എക്സ് ഈക്വൽ ടു 0 ആകാനുള്ള കാണാം, എക്സ് ഈക്വൽ ടു 1 ആവാനുള്ള കാണാം, എക്സ് ഈക്വൽ ടു 2 ആവാനുള്ള കാണാം, എക്സ് ഈക്വൽ ടു 3 ആവാനുള്ള കാണാം അല്ലേ. ഇങ്ങനെ കാണുന്ന പ്രോബബിലിറ്റിയാണ്, ആ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? We can define a function like this, probability mass function. It is nothing but we can denote it with small letter f of x. It is nothing but it is the probability of the variable x takes a value x.
Capital X എന്ന് പറയുന്നത് നെയിം ഓഫ് ദ വാരിയബിൾ ആണ്, സ്മോൾ എക്സ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദ വാരിയബിൾ ആണ്. അപ്പൊ എന്താ നമ്മൾ പറയുന്നത്, ഇവിടെ ഈ എക്സാമ്പിൾ ആണെങ്കിൽ എക്സ് 0, 1, 2, 3 ആവാം. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, f of 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ദ വാരിയബിൾ എക്സ് ടേക്ക് വാല്യൂ 0. ഇറ്റ് ഈസ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. Probability mass function f of x is probability of the variable x take the value small x. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ എക്സാമ്പിളിലൂടെ നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി എഴുതി നോക്കാം, ഫംഗ്ഷൻ എഴുതി നോക്കാം അല്ലേ. എങ്ങനെയാ, ഇവിടെ x is the number of heads. X is the number of heads. X is the number of heads when 3 coins tossed. സാമ്പിൾ സ്പേസ് എഴുതി 8 ഔട്ട്കം ഉണ്ടെന്ന് കിട്ടി. ആ 8 ഔട്ട്കമിന്റെ പ്രോബബിലിറ്റി നമുക്ക് കാണാൻ അറിയാം. ആ പ്രോബബിലിറ്റിയെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആയിട്ട് എഴുതാനാണ് പോകുന്നത്. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് f of x എന്ന് ഡിനോട്ട് ചെയ്യാം. ഇറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു സ്മോൾ x. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ f of x. അവിടെ ക്യാപിറ്റൽ എക്സ് നെയിം ആണ്, സ്മോൾ എക്സ് വാല്യൂ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെ, if x equal to small x വില എന്ന് പറയുന്നത് 0 ആണ്. if x equal to 0 വാല്യൂ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ f of 0 is probability of capital X equal to 0. x ന്റെ വില 0 ആണ്. x ന്റെ വില 0 ആവാൻ only one chance. x ന്റെ വില 0 ആവാൻ only one chance. probability of t എല്ലാ ഔട്ട്കംസും tail ആവണം, no head. x equal to 0 means there is no head. head ഇല്ലാതിരിക്കണം. head ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന ഒറ്റ ഇവന്റേ ഉള്ളൂ, t. ആ t വരുന്ന ചാൻസ് പ്രോബബിലിറ്റി എങ്ങനെയാ കാണുന്നത്, t എന്ന് പറയുന്ന x equal to 0 ആവുന്ന ഇവന്റ് സാമ്പിൾ സ്പേസിൽ എത്ര പ്രാവശ്യം, only once. 1 by, it is the ratio with particular by total. Particular is t only once in the sample space, 1 by total number of elements in the sample space 8, 1 by 8. Similarly, x equal to 1. What is x equal to 1? X equal to 1 means number of head in the event is 1. എത്ര event ഉണ്ട്? Such events are 1, 2, 3 events are there in the sample space. Probability says it's a number of particular by total. 3 outcomes in the sample space divided by the total 8, 3 by 8. So f of 1, the probability mass function at x equal to 1 is p of x equal to 1. It is probability of these 3 events. It is 3 by 8. f of 2, p of x equal to 2, 3 by 8. f of 3, x equal to 3, x equal to 3 only when h exists. It's only once in the sample space, so it is 1 by 8. And we know the total probability of sample space is 1. Here also the total of this probability mass function, it is f of 0 plus f of 1 plus f of 2 plus f of 3. It is 1 by 8 plus 3 by 8 plus 3 by 8 plus 1 by 8. It is 8 by 8 equal to 1. So we can note that total over x, summation over x fx equal to 1. Summation of fx, total of fx, sum of the probability mass function equal to 1. Write a note. Total of the probability mass function is always 1. Okay. Then we can, നമുക്കിത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് ഇതിലൊരു ടേബിൾ ആയിട്ട് എഴുതാം. We can write it as a probability mass function table. We can call it as a probability mass function table. It is including x and f of x, variable and its probability mass function. X equal to 0, 1, 2, 3 and the total. We can write the total also. X equal to 0, 1, 2, 3. 4 values ഉണ്ട്. കൂടാതെ നമുക്ക് ടോട്ടൽ കൂടി അതിൽ കാണിക്കാം. Okay, it's not compulsory. And f of x, the probability mass function. It is 1 by 8, 3 by 8, 3 by 8, 1 by 8. Total 1. So this is about probability mass function. Discrete and continuous. രണ്ട് കേസുകൾ. Okay. ഇനി ഇത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ കാണാം. Cumulative add it. Like cumulative distribution, or we can say
probability distribution function. You can denote with capital F of x instead of small f of x, probability mass function. Here we are denoting capital F of x. Capital F of x is probability of x less than or equal to x up to x. You are adding the values of probabilities up to x. From the beginning up to x. Probability of x less than or equal to x. Capital X is the value, small x is the, capital X is the name, small x is the value. X less than or equal to x. From this example itself, we can write f of 0, cumulative distribution function at 0. What do you mean? It means probability of x less than or equal to 0. The definition says x less than or equal to the value 0. Probability of x less than or equal to 0. But what are the values of x? X can take 0, 1, 2, 3. So x less than or equal to 0 means x less than or equal to 0. It means less than 0, no values are there. So x equal to 0 itself. Less than or equal to 0, in this particular case, there is no value less than 0. There doesn't exist a value less than 0. So you can rewrite x less than 0 is same as p of x equal to 0. P of x equal to 0 means probability of TTT. We have probability of TTT. It is 1 by 8. P of x equal to 0. Probability mass function kanduvechittund. Probability kanduvechittund. X equal to 0 ulla probability. So it is 1 by 8. Then similarly, f of 1, probability distribution function or cumulative function of x equal to 1. It is probability of x less than or equal to 1. Definition says the value of x equal to 1. Value of x equal to 1. Value of x equal to 1. Then p of x less than or equal to 1 means there are two values, 0 avam, 1 avam. So it may be p of x equal to 0 or p of x equal to 1. P of x equal to 0 plus p of x equal to 1. P of x equal to 0 or 1. P of x equal to 0 is 1 by 8. P of x equal to 3 is, P of x equal to 0 is 1 by 8. P of x equal to 1 is 3 by 8. So the cumulative f of 1 is 1 by 8 plus 3 by 8, 4 by 8. Similarly, f of 2 is x less than or equal to 2. There are three possible values, 0, 1, 2. 1 by 8 plus 3 by 8 plus 3 by 8, 7 by 8. F of 3, p of x less than or equal to 3. P of x equal to 0, 1, 2, 3. എല്ലാ വാല്യൂസും ആവാം അല്ലേ. ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ 1 ആണ്. ഫൈനൽ ലിമിറ്റിൽ ക്യുമുലേറ്റീവ് കണ്ടു കഴിഞ്ഞാൽ അല്ലേ 1 ആയി മാറും. പ്രോപ്പർട്ടീസ് ഓഫ് f of x. It is a non-decreasing function. It is a non-decreasing function. Non-decreasing. And for a less than b, p of a less than x less than b is greater than or equal to 0. എക്കും ബിക്കും ഇടയിലാണ് പ്രോബിലിറ്റി കാണുന്നതെങ്കിൽ പ്രോബിലിറ്റി ആയതുകൊണ്ട് അത് ഗ്രേറ്റർ ദാൻ 0 ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എങ്ങനെ എഴുതാം? പി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. പി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, പി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അതെങ്ങനെ എഴുതാം? എഫ് ഓഫ് ബി ലെസ് ദാൻ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഈ ഇന്റർവെലിനിടയിലുള്ള പ്രോബിലിറ്റി, എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ up to a വരെയുള്ള പ്രോബിലിറ്റി സബ്സ്ട്രാക്ട് ചെയ്യാം. It is greater than or equal to 0. The reason is it's a probability. Probability is greater than 0. So for a less than b, f of b minus f of a greater than or equal to 0 implies നോക്കാം ഇവിടെ f of b minus f of a greater than 0. What it means? 5 minus 4 greater than 0. 5 minus 4 is 1. 1 greater than or equal to 0 means f of b is greater than 5 is greater than 4. F of b is greater than f of a. F of a is less than or equal to f of b. F of b is greater than or equal to f of a means f of a is less than or equal to f of b. F of b is greater than f of a. അല്ലെങ്കിൽ f of a is less than or equal to f of b. അതേപോലെ it implies limit x tends to minus infinity, left extreme. So f of x is tends to 0 is limit x tends to infinity, f of x is equal to 0. Limit x tends to infinity. Suppose you are taking the limiting case of f of x while x tends to minus infinity, the value of the cumulative function is equal to 0. It is obvious from these results. Okay, so idu orvichu properties of f of x. Properties of f of x. Then change of variable. X il ninnum y ilekku maatunnathu.
x എന്ന് പറഞ്ഞ വേരിയബിൾ ആണ് ഇനീഷ്യൽ ആയിട്ട് തന്നിട്ടുള്ളത്, അതിനെ y ആയിട്ട് മാറ്റുന്നത് എങ്ങനെയാണ്? We can write probability of y, or you can write f of y. It is probability of x into a transformation, Jacobian transformation. We can call it as Jacobian transformation, or that is p of x into mod j. What is this mod j? Mod j is nothing but dx by dy. It is the differential of x with respect to y. Differential value of x with respect to y. Okay, so this is f of x into mod of dx by dy. Differential of x by with respect to y. Then, for example, suppose you are taking f of x equal to 1 by c. 1 by c. 1 by c. C is a constant. 1 by c. ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ സീറോയിലും സീനും ഇടയിലാണ് നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി ഫംഗ്ഷൻ 1 by c ആയിരിക്കും. ഓക്കെ, ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോൾ ഇവിടെ ജസ്റ്റ് കൺസിഡർ f of x is equal to 1 by c. ഒരു ഫംഗ്ഷൻ f of x എന്ന് പറയുന്നത് 1 by c ആണെങ്കിൽ ആ ഫംഗ്ഷനെ ഏതൊരു പ്രോബിലിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷനെ y യിലുള്ള ഒരു പ്രോബിലിറ്റി ഫംഗ്ഷൻ ആയിട്ട് മാറ്റാനായിട്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? y equal to 1 by x. y equal to 1 by x. x ൽ നിന്നും y യിലേക്ക് മാറ്റുകയാണെങ്കിൽ y equal to 1 by x. Consider that. x equal to, it is given that y equal to 1 by x. So x ലുള്ള ഒരു ഫംഗ്ഷൻ x ആക്കിയിട്ട് y ന്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ you can write y equal to 1 by x implies x equal to 1 by y. x equal to 1 by y. എന്തിനാ x ലുള്ള ഫംഗ്ഷൻ ആയിട്ട് എഴുതിയത്? x നെയാണ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ? ഇവിടെ തന്നിട്ടുള്ളത് എന്താ? ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് y equal to 1 by x. We are rewriting x equal to 1 by y. എന്തിനു വേണ്ടിട്ടാ? We want to find the transformation, Jacobian of transformation, mod of j. It is mod of dx by dy. Dx by dy is dx by dy, d of 1 by y with respect to y. Differential value of 1 by y with respect to y, it is minus 1 by y square. ഇങ്ങനെ വരുന്ന 1 by y is y raised to minus 1. Y raised to minus 1 the differential. It is y raised to minus 2 with the minus sign. So that is 1 by y square with minus sign. Minus of 1 by y square. So mod of dx by dy is 1 by y square. Hence the probability of y, f of y എന്ന് പറയുന്നത് എന്താണ്? f of y is f of x into mod of dx by dy. It is f of x is 1 by c. This modulus y is 1 by y square. So the final f of y is 1 by cy square. Final value of f of y is 1 by cy square. So that's about change of variable. Change of variable. Okay, ആണ്? Clear ആണ്? എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട്സ് വിത്ത് നമ്പർ ഓഫ് സംതിങ് അല്ലേ? എക്സാമ്പിൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, നമ്പർ ഓഫ് ചെയേഴ്സ്, നമ്പർ ഓഫ് സ്റ്റാഫ്സ്. കണ്ടിന്യൂസ് എനി റിയൽ നമ്പർ, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, സീറോ ആവാം, ഫ്രാക്ഷൻ ആവാം, എനി റിയൽ നമ്പർ. ദാറ്റ് ഈസ് എക്സാമ്പിൾ വെയിറ്റ്, ഹൈറ്റ്, anything, mark, is it? So we are considering an example. Number of heads, we are defining a variable. Number of heads, it's a discrete variable, number of. While 3 coins tossed, so x can take 0, 1, 2, 3. Then we are considering probability mass function. It is nothing but f of x equal to p of x equal to small x. Capital X is name, small x is value. So we can formulate a probability mass function table. And the total probability is always 1. So you can write total probability, total of f of x equal to 1. Total probability is 1. And we are considering the cumulative values. Cumulative distribution function or probability distribution function, capital F of x. P of x less than or equal to small x. So you are considering the same example. F of 0 is P of x less than or equal to 0. X equal to 0 only once, 1 by 8. Then the second case, x less than or equal to 1. It may be x equal to 0 plus x equal to 1. 1 by 8 plus 3 by 8, 4 by 8. Like that, you can complete this probability values. Then you are looking for the probability of the cumulative distribution function. It is non-decreasing. And also if a less than b, f of a is less than f of b. A less than b, f of a is less than or equal to f of b. Then limit x tends to 0, limit x tends to minus infinity, f of x equal to 0. Then change of variable, x to y. Suppose the value of y is 1 by x. You can rewrite in terms of x equal to, in terms of y, x equal to 1 by y. You can rewrite x in terms of y, x equal to 1 by y.
എങ്ങനെയാ ചേഞ്ച് ചെയ്യണം? പ്രോബിലിറ്റി കാണുന്നത് എഫ് ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻടു മോഡ് ഓഫ് ജി. എന്താ മോഡ് ഓഫ് ജി? മോഡ് ഓഫ് ഡി എക്സ് ബൈ ഡി വൈ. ഡിഫറൻഷ്യൽ ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ. ഡി എക്സ് ബൈ ഡി വൈ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി ശരിയായ രീതി ഇറ്റ് ഈസ് ദ ഡിഫറൻഷ്യൽ വാല്യൂ ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡിഫറൻഷ്യൽ വാല്യൂ ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ. അത് കണ്ടു കഴിഞ്ഞാലോ മൈനസ് 1 by y സ്ക്വയർ. മോഡുലസ് എടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് വൈ കിട്ടും 1 by c y സ്ക്വയർ. സോ ദാറ്റ്സ് അബൌട്ട് ചേഞ്ച് ഓഫ് വാരിയബിൾ. സോ ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് ടിപ്സ്. ഏതിനു വേണ്ടിയിട്ടുള്ളത്? പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, ചേഞ്ച് ഓഫ് വാരിയബിൾ, റാൻഡം വാരിയബിൾ എന്ന് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അത് മനസ്സിലാക്കിയിട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ചെറിയൊരു കാര്യം കൂടി പറയാം. ഇവിടെ കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും രണ്ട് കാര്യങ്ങളിൽ സപ്പോസ് ദ വാരിയബിൾ ഈസ് ഫ്രം -∞ to ഇൻഫിനിറ്റി റിയൽ ലൈനിലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ, റിയൽ ലൈനിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു വാരിയബിൾ ആണെങ്കിൽ, നമുക്ക് എങ്ങനെ ചെയ്യാം? പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി ആണ് കാണേണ്ടതെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി കണ്ടിന്യൂസ് കേസ് ആണെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി എഫ് എക്സ് ഡി എക്സ്. ഇവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാം. അതേസമയം ഇവിടെ ഇറ്റ് ഈസ് ദ സമ്മേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു എ ടു ബി എഫ് എക്സ്. എഫ് എക്സ് ഇസ് ദ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ അതിന്റെ പ്രോബബിലിറ്റി ആണ് കാണണമെങ്കിൽ -∞ മുതൽ എക്സ് എവിടുന്ന് തുടങ്ങും? -∞ മുതൽ എ വരെയുള്ള ചാൻസ്. ഇറ്റ് ഈസ് ഇന്റഗ്രൽ -∞ to a f x dx പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഇവിടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആണെങ്കിൽ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി അപ് ടു ഇൻഫിനിറ്റി വരെ ആവാം. അപ്പൊ ബി അപ് ടു ഇൻഫിനിറ്റി, ഇന്റഗ്രൽ ബി അപ് ടു ഇൻഫിനിറ്റി എഫ് എക്സ് ഡി എക്സ്, സമ്മേഷൻ ബി അപ് ടു ഇൻഫിനിറ്റി എഫ് എക്സ്. ഇത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ, ഇത് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പൊ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു നോട്ട് നമുക്ക് പറയാം. എന്താ നോട്ട്? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനിൽ എക്സ് at a point x equal to 5 when x is element of real line whatever may be or a small interval 3 to 6 നുള്ളിലാണ് x കാണുന്നതെങ്കിൽ x equal to 5 കാണുന്നതെങ്കിൽ x equal to 5 നമ്മുടെ പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ അനുസരിച്ച് കണ്ടിന്യൂസ് കേസ് ആണെങ്കിൽ x കണ്ടിന്യൂസ് ആണെങ്കിൽ അല്ലേ, ഇത് നമ്മുടെ ഡൈസ് ത്രോയിങ് എക്സ്പെരിമെന്റ് ആണെങ്കിൽ 1 2 3 4 5 6 ഡിസ്ക്രീറ്റ് ആണ്. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം x equal to 5 ആവാനുള്ള ചാൻസ് എന്താ? ഓൺലി വൺസ് 1 by 6. അതിനു പകരം x 1നും 6നും ഇടയിലുള്ള ഏത് റിയൽ നമ്പറുമാണ് എന്നാണ് ഡിഫൈൻ ചെയ്തതെങ്കിൽ x കണ്ടിന്യൂസ് ആണ് എന്നാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് x equal to a point എങ്ങനെ വരും? x equal to 5 in this interval എത്ര പ്രാവശ്യം വരും? ഒരു പ്രാവശ്യം വരും അല്ലേ? കണ്ടിന്യൂസ് ആണെങ്കിലും ഡിസ്ക്രീറ്റ് ആണെങ്കിലും x equal to 5 എന്ന് പറയുന്ന ഈ ഇന്റർവെല്ലിനുള്ളിൽ ആകെ ഒരു പ്രാവശ്യം വരും. ആ ഒരു പ്രാവശ്യം വന്നത് നമ്പർ ഓഫ് പർട്ടിക്കുലർ 1 by പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ പ്രകാരം 1 by നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ ദിസ് ഇന്റർവെൽ. എത്ര എലിമെന്റ്സ് ഉണ്ടാവും? 1നും 6നും ഇടയിൽ എത്ര എലിമെന്റ്സ് ഉണ്ടാവും? കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി എലിമെന്റ്സ് ഉണ്ടാവും അല്ലെ? 1 by ഇൻഫിനിറ്റി ആയിരിക്കും. 1 by infinitely many intervals. 1 by infinitely many values. അല്ലെ? 1 by infinitely many values. So 1 by infinity you can take it as 0. എങ്ങനെ ചെയ്യുന്നത്? പ്രോബബിലിറ്റി ഓഫ് x equal to 5 x എലിമെന്റ് 1 to 6 1നും 6നും ഇടയിലുള്ള ഏത് എലിമെന്റുമാണ്, ഏത് റിയൽ വാല്യൂമാണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കേസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ x കണ്ടിന്യൂസ് ആണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ x 1നും 6നും ഇടയിലുള്ള ഏത് റിയൽ എലിമെന്റും ആവാം, ഏത് റിയൽ വാല്യൂവും ആവാം. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് x equal to 5 എന്ന് പറയുന്നത് x equal to 5 അങ്ങനെയാണെങ്കിലും ഒരു പ്രാവശ്യം തന്നെ വരുള്ളൂ. അപ്പൊ നമ്പർ ഓഫ് പർട്ടിക്കുലർ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം തന്നെ ഉള്ളൂ അല്ലെ? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലിമെന്റ്സ് എന്ന് പറയുന്നത് there are infinitely many elements. So it is 1 by infinity. You can take it as 0. So നമുക്ക് എന്ത് പറയാം? Probability of x equal to a single value അല്ലെങ്കിൽ probability at a point
at a single point, a single value, and at a single point. In the continuous case, probability of a single value, അല്ലെങ്കിൽ x equal to 5, x equal to 10, x equal to 2, x equal to 0.5, probability at a single point, probability for a single value. In the case, which case? Continuous case is always 0. Probability at a single point is always 0 in the continuous case. ഈ എക്സാമ്പിൾ തന്നെ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തിലെടുക്കാം? റിയൽ ലൈനിൽ എടുക്കാം. റിയൽ ലൈനിൽ എടുത്താലും 1നും 6നും ഇടയിൽ ചെറിയ ഇന്റർവെലിന് പകരം റിയൽ ലൈനിൽ എടുത്താലും എന്ത് തന്നെ വരുള്ളൂ? 0.5 ദ പോയിന്റ് x ഈക്വൽ ടു 5 എന്ന് പറയുന്ന ആ 5 എന്ന് പറയുന്ന പോയിന്റ് എവിടെയുള്ളൂ? ഒരു പ്രാവശ്യമേ ഉള്ളൂ. റിയൽ ലൈനില് 5 എന്ന് പറയുന്നത് ഒരു പോയിന്റ് തന്നെ ഉള്ളൂ, അല്ലേ? സോ ഇറ്റ് ഈസ് 1 ബൈ minus infinity മുതൽ ഇൻഫിനിറ്റി വരെ എത്ര റിയൽ വാല്യൂസ് ഉണ്ട്? ഇൻഫിനിറ്റ്ലി മെനി റിയൽ വാല്യൂസ് ആർ there. So the same thing, 1 by infinity. You can take it as 0. So probability of a single point without considering the interval, if it is continuous, it is a small interval or whether it is a large interval, whatever may be, whether it is the real line itself, anywhere the probability of a single point is 0. Okay? Thank you.